Good morning. Good morning, ma'am. Good morning, ma'am. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ, പഠിച്ചോണ്ടിരിക്കുന്നേ? എന്താണ് ആരും ഒരു റെസ്പോണ്ട് ഇല്ലാത്ത? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണോ? അതെ. എവിടെ വരെയാണ് എടുത്തത്? ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? ഡ്യൂട്ടീസ് പറഞ്ഞില്ലേ? ഇവിടെ വരെ എടുത്തതെന്ന് പറയാമോ? എന്താണ്, എല്ലാവരും ക്ലാസ്സിൽ ഇല്ലാത്തവരാണോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡ്യൂട്ടീസ് വരെയാണ് പറഞ്ഞത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണ് അല്ലെ. ഓരോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോലിയിൽ വ്യത്യാസം ഉണ്ടാവാം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതില് നമ്മൾ കുറച്ച് ഡ്യൂട്ടീസ് അല്ലേ പറഞ്ഞത്? ഒരു 5 ഡ്യൂട്ടീസ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? എന്താണ് ആരും ഒരു റെസ്പോണ്ട് ചെയ്യാതെ? ആണോ? അത് എവിടെ വരെ എടുത്തെന്ന് അറിയില്ലേ? അറിയില്ല മാം, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറിയില്ല. ഓക്കെ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരാരും ഇല്ല? ഓക്കെ, നമ്മൾ അവിടെ വരെയാണ് എടുത്തത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 5 റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പറഞ്ഞിരുന്നു. അത് പ്രധാനപ്പെട്ട കുറച്ച് 5 ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്. അത് മാത്രമല്ല അതിൽ കൂടുതലും വരുന്നുണ്ട്. എന്നാൽ ഒരു സ്കിൽസ് നീഡഡോ അത് കഴിഞ്ഞിട്ട് പോയില്ലേ? വേറൊരു ക്ലാസ് എടുത്തില്ലായിരുന്നോ? ബാക്കി സ്കിൽസ് നീഡഡ് കഴിഞ്ഞെടുത്തായിരുന്നല്ലോ. സ്കിൽസ് നീഡഡ് വരെ എടുത്തുള്ളോ? ഓക്കെ, ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പുതിയ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എവിടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് കിടക്കാണ്. ഒത്തിരി പേര് ഉണ്ടായില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിൽസ് ഒക്കെ പറഞ്ഞവരുടെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോള് പറഞ്ഞിരുന്നു, സ്കിൽസ് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേഴ്സിലേക്ക് കടന്നു അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ ഹോസ്പിറ്റലില്? ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ശരിയായ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കുക അല്ലെ, മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ഇവരുടെ ഡ്യൂട്ടീസ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കാം അല്ലെ. ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലർക്ക് നമ്മുടെ ഡയറക്റ്റ് പേഷ്യൻസുമായിട്ട് ഒരു രോഗി പരിചരണത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ഏർപ്പെടേണ്ടതായിട്ട് വരാം. എന്നാൽ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്താ, മിക്കവർക്കും അങ്ങനെ തന്നെയാണ്. അധികം നമ്മൾ ആ പേഷ്യന്റുമായിട്ട് അധികം ഇടപെടുന്നില്ല, ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ യാതൊരുവിധ പേഷ്യൻസുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ട് വരുന്നതും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഡ്യൂട്ടീസ് കുറവായിരിക്കും അവർക്ക്. ഇനി അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ത്? ഫിനാൻസ് മാനേജ് ചെയ്യുക. ഹോസ്പിറ്റലിലെ ഫിനാൻസ് അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യകതകൾ എന്താണ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആവശ്യകതകൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക.
അതുപോലെ റെഗുലേറ്ററി നീഡ്സ്, നിയന്ത്രണങ്ങള്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങള് ഏർപ്പെടുത്തുക. ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഗുണനിലവാരത്തിലുള്ള അല്ലെ നല്ല ജീവനക്കാരെ എന്ത് ചെയ്യുക, സ്റ്റാഫുകളെ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ നിയമിക്കുക. ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കുറച്ച് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രൊഫഷണൽസ്, ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ പഠിച്ച ഒരു പ്രൊഫഷണൽസുകൾക്ക് പല ആരോഗ്യ സംഘടനകളിൽ ജോലി ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്സുകളില്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികളിലെല്ലാം വർക്ക് ചെയ്യാവുന്നതാണ്, ഈ ജോലി നേടാവുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു ജോലിയിലേക്ക് വരികയാണ്, അവരുടേതായ ഡ്യൂട്ടിയിലേക്ക് വരികയാണ്. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഉള്ളിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്താണ് ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. അതുപോലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോളാണ്, ഒരു മൊത്തത്തിൽ അത് കണക്കിലെടുത്ത് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് മാനേജ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ഒരു കഴിവ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിവ് എന്ന് പറയുന്നത് എന്താ, ഈസ് നീഡഡ് ടു എക്സിക്യൂട്ട് പ്ലാൻ. എന്താണ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്തിനെ പറ്റിയുള്ള പ്ലാൻ ആയിരിക്കും, ഒരു സർവീസ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് പ്ലാനുകൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാനുണ്ടാവും അല്ലെ, അതെല്ലാം ചെയ്തു കൊടുക്കുക. ആൻഡ് ഡയറക്റ്റ് ചെയ്യുക, നന്നായി നിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ആൻഡ് ദ ഔട്ട്കംസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, ഇങ്ങനെയുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ നമ്മൾ നടപ്പിലാക്കുന്നത് മുതൽ, അത് ആസൂത്രണം ചെയ്യുന്നത് മുതൽ, അത് എന്താണ് സംഘടിപ്പിക്കുന്നത് മുതൽ, അതിനെന്ത് ചെയ്യുക, അത് ആ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ഒരു ഔട്ട്കം ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതും സൂപ്പർവൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലോട്ട് എത്തുമ്പോൾ വ്യത്യാസമായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകള്, പ്രധാനപ്പെട്ട കുറച്ചിടെ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കി ഒത്തിരി ഉണ്ട്. അപ്പൊ അത് പല ഹോസ്പിറ്റലുകളിലും വ്യത്യാസമാകുന്നതൊക്കെ എല്ലാം എടുത്തു പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഹോസ്പിറ്റലിലെ ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ഭരണസമിതി അല്ലെ, ആ ഹോസ്പിറ്റലിലെ ഭരണസമിതി, അതുപോലെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാർ അല്ലെങ്കിൽ ഹെഡുകൾ ഉണ്ടാവുമല്ലോ, ഇവരോടൊക്കെ നല്ലൊരു കോൺടാക്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആര് സമ്പർക്കം പുലർത്തണം എന്നാ പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സമ്പർക്കം പുലർത്തിയിരിക്കണം. രണ്ടാമതായി പറയുന്നത്, ഹോസ്പിറ്റലിൽ ഇപ്പൊ നേഴ്സസിന്റെ ആവശ്യങ്ങൾ വരാണ്. ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് വന്നു, ചിലപ്പോൾ നേഴ്സിന്റെ വേക്കൻസി ആയിരിക്കാം, ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ അല്ലാത്തതെങ്കിൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ആവശ്യമായി വരുന്നതെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ യോഗ്യത അനുസരിച്ച് അവരെ സെലക്ട് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, നിയമിക്കുക. അത് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, ആരുടെ ഡ്യൂട്ടിയെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. മൂന്നാമതായി പറയുന്നത് എന്താ, ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സേവനങ്ങള് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ അല്ലെ, നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ ആവശ്യമായ നിയന്ത്രണങ്ങൾ നൽകുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് 4th വൺ ആണ് സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലില് ഇപ്പൊ പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന
നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻ ഒക്കെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെയുള്ള കുറെ വിഭാഗങ്ങളുണ്ടല്ലോ ഹോസ്പിറ്റലിനുള്ളിൽ വരുന്നത്. പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻസ് ഔട്ട്റീച്ച്, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റികള്, ഇവ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ആവശ്യമായ എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ മേൽനോട്ടങ്ങളും വഹിക്കേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞ എന്താണ്? നമ്മുടെ അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാമുകൾ, അതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നടത്തില്ലേ? അതുപോലെ പ്രിവെന്റീവ് മെഡിസിനും ഒരു തരം റിസർച്ച്, എങ്ങനെ ഡിസീസുകളെ നമുക്ക് തടയാം, എങ്ങനെ നമുക്ക് ഒരു ഡെത്ത്, ഒരാളുടെ ഡെത്ത് തടയാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിസബിലിറ്റി തടയാം, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും വിപുലമായിട്ടുള്ള രീതിയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട് പുതിയ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ഒക്കെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടതും ആവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ? അത്രയും ഭാഗം ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരുന്നത് അല്ലെ? നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹൗ ടു സ്റ്റേ current on any laws and regulations that affect the healthcare or hospital industry as well as medical and technological progress. എന്താണ് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു മറ്റൊരു ജോലി, അല്ലെങ്കിൽ അവര് നിലനിൽക്കേണ്ടത് എന്തിനു ബേസ് ചെയ്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലെ? എല്ലാ ഹോസ്പിറ്റലും അതിന്റെ ബേസിസിലല്ലേ മുന്നോട്ട് പോകുന്നത് അല്ലെ? അവർക്ക് അതിൻ്റെതായ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ലോസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം? പാലിക്കേണ്ടതുണ്ട് അല്ലെ? ഓരോ ഹോസ്പിറ്റലും മുന്നോട്ട് പോകണമെങ്കിൽ, അവർ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെന്റ് റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന രീതിയിലുള്ളതാവാം, അല്ലെങ്കിലോ ആസ് വെൽ ആസ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്, എന്താ വൈദ്യശാസ്ത്രപരവും അതുപോലെ തന്നെ സാങ്കേതിക പരവുമായ പുരോഗതിയെ ബാധിക്കുന്ന രീതിയിൽ, വൈദ്യശാസ്ത്രപരവും അതുപോലെ സാങ്കേതിക പരവുമായിട്ടുള്ള പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ആര് നിലനിൽക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നിലനിൽക്കണം. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയും അത് കൃത്യമായി ഓരോ ഹോസ്പിറ്റലുകളും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? ആരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞേ? ആരുടെ ഡ്യൂട്ടിയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെയാണ് ഡ്യൂട്ടി ഇത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ആയിട്ട് വരാം. അപ്പൊ അതൊക്കെ നിങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിലോ വൈദ്യശാസ്ത്രം, മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെ, വൈദ്യശാസ്ത്രപരവും സാങ്കേതികപരവുമായിട്ടുള്ള പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അതുപോലെ അത് കൃത്യമായി നടപ്പിലാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ ആ ഒരു സെന്റൻസ്? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക്, ഒരു ബിസിനസ് ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന
നിലയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു ബിസിനസ് ലീഡർ, നമ്മളൊരു ബിസിനസ് പരമായിട്ട് നമ്മളൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കാണ് അതിന്റെ ചുമതല, ആ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല നമ്മൾക്കാണ്. അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് ആ ഒരു ചുമതല കൊടുത്തിരിക്കുന്നത്? ഒരു ബിസിനസ് ലീഡർ എന്ന ചുമതല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. അപ്പൊ ആ ഒരു റോളിൽ നിൽക്കുമ്പോൾ, ഒരു ലീഡർ എന്ന റോളിൽ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ലോങ് ടൈം പ്ലാനിങ്. എന്താണ് ലോങ് ടൈം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ദീർഘകാല ആസൂത്രണം വേണം അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ നിലനിൽക്കുന്ന മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണോ? അല്ല, വർഷങ്ങളോളം നിലനിൽക്കേണ്ട ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ ആ ഒരു വർഷങ്ങളോളം നിലനിൽക്കുമ്പോ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്താണ്? ലോങ് ടേം ബേസിൽ അല്ലെങ്കിൽ ദീർഘകാല വീക്ഷണത്തോടു കൂടിയായിരിക്കണം എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യേണ്ടത്. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിങ്, ഒരു ദീർഘകാല ആസൂത്രണം ആര് നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ ആരാണ് അതിൽ മേൽനോട്ടം വഹിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. രണ്ടാമതായി പറയുന്നത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്. എന്താണ്? ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പദ്ധതികള് അല്ലെ, ബഡ്ജറ്റുകൾ അല്ലെങ്കിൽ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായ മേൽനോട്ടം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഹിക്കേണ്ടതാണ്. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ബഡ്ജറ്റ് രൂപീകരണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് മേൽനോട്ടം വഹിക്കേണ്ടതാണ്. മൂന്നാമതായി പറയുന്നത് ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്. എന്താ? ഹോസ്പിറ്റലിൽ നമുക്ക് പേഷ്യൻസിന് നൽകുന്ന വൈദ്യശാസ്ത്രപരമായ സേവനങ്ങളുണ്ട് അല്ലെ, അതെല്ലാം ചിട്ടയായ രീതിയിൽ അല്ലെ, അതെന്താണ്? ആ ഒരു മെഡിക്കൽ സർവീസുകളുടെ ചിട്ടയായ വിതരണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു സർവീസ്, നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ വഴിയല്ലേ ആ ഹോസ്പിറ്റലിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ നല്ല സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് വരികയും ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രോഗ്രസ്ഡ് ആയി അല്ലെങ്കിൽ പുരോഗതിയിലൂടെ മുന്നോട്ട് പോകും. അതേസമയം നല്ല ഒരു സർവീസ് അല്ല കൊടുക്കുന്നതെങ്കിലോ ആ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരുന്നത് കുറയും. അപ്പൊ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആ ഒരു എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? കുറവ് വരും അല്ലെ. അപ്പൊ എപ്പോഴും നല്ല ചിട്ടയായ രീതിയിൽ മെഡിക്കൽ സർവീസുകൾ ആളുകളിലേക്ക് എത്തിക്കുക, അതിനാവശ്യമായ മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റലിലെ നയങ്ങൾ അല്ലെങ്കിൽ പോളിസികളില് മാറ്റങ്ങൾ വരുത്തുക. അപ്പൊ ഓരോ സമയത്തെയും നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും അതുപോലെ അഡ്വാൻസ്മെന്റുകളുടെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിന്റെ പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ആരാണ് മേൽനോട്ടം വഹിക്കേണ്ടത്? ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പറഞ്ഞത് ലോങ് ടേം പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, ഒരു ദീർഘകാല ആസൂത്രണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോ ആ പ്രവർത്തന ലക്ഷ്യങ്ങളെല്ലാം കൃത്യമാണോ എന്നുള്ള കാര്യങ്ങള് മേൽനോട്ടം വഹിക്കുക. മൂന്നാമതായി പറയുന്ന മെഡിക്കൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായ നല്ല ചിട്ടയായ രീതിയിൽ ഈ മെഡിക്കൽ സർവീസുകൾ വിതരണം ചെയ്യുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുക. ആൻഡ് ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, എന്താണ് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഹോസ്പിറ്റൽ പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ അത്രയും പോയിന്റ്സ്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് their strong interpersonal skills are needed
when overseeing and mentoring staff interacting with the community and cooperating with governing boards. ഇനി ഇത് സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽഡ് ആരുടെയാണ് ആ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് അല്ലെങ്കിൽ വ്യക്തിഗത കഴിവ് ആർക്കാണ് വേണ്ടത്? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ് വേണ്ടത് അല്ലെ. അവർക്ക് എന്തിനാണ് അവരൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല എന്താണ് മികച്ച രീതിയിലുള്ള ഒരു വ്യക്തിഗത കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് നോക്കി? needed when overseeing and mentoring ആണ് mentoring എന്താണ് സ്റ്റാഫ് അല്ലെ. അവിടെ ഒരു ഫോം ഇട്ടോട്ടോ സ്റ്റാഫ് കഴിഞ്ഞിട്ട് അതൊരു ഒറ്റ സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാം. എന്താ? അവിടെ ജീവനക്കാരുമായിട്ട് ഇടപെടുന്നു അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. നമ്മളെ ആരൊക്കെയായിട്ട് ഇടപെടേണ്ടി വരും? മറ്റു ജീവനക്കാരുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരില്ലേ? അവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടതായിട്ട് വരില്ലേ? അവർക്ക് ആവശ്യമായിട്ടുള്ള മേൽനോട്ടങ്ങൾ വഹിക്കണം അല്ലെ. അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണം അല്ലെ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു വ്യക്തിഗത കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്ററാക്ടിങ് വിത്ത് ദ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന സമയത്തും ഒരു നല്ല ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ഭരണസമിതി, ഹോസ്പിറ്റലിലെ ഭരണസമിതിയുമായിട്ട് സഹകരിച്ചു പോകുമ്പോൾ അല്ലെ പല കാര്യങ്ങളും ഇവർ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് ഇവര് നടപ്പിലാക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. അപ്പൊ അവരുമായിട്ട് സഹകരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയുമായി ഇടപെടുമ്പോഴും അതുപോലെ സ്റ്റാഫുകൾ അവർക്ക് ജീവനക്കാർക്ക് ആവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കുമ്പോൾ അവർക്ക് ആവശ്യമായുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോഴെല്ലാം ഇവർക്ക് നല്ല മികച്ച രീതിയിലുള്ള ഒരു വ്യക്തിഗത കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പ്രധാന ജോലികള്. അതായത് ഇപ്പൊ നമ്മള് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോ ഹോസ്പിറ്റലിലെ ആ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. അതേസമയം ഇവർക്ക് മറ്റൊരു പേര് നമുക്ക് പറഞ്ഞുകൂടെ? എന്തായിരിക്കും മറ്റൊരു പേര് പറയാവുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുകൂടി പറയാം അല്ലെ. നമ്മൾ ആ പഠിക്കുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയാലോ. ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്ന് പറയുന്നത് ഒരു ചെറിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതല് ഒരു വലിയ രീതിയിലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു വൻതോതിലുള്ള ഒരു മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയും നീണ്ടു നിൽക്കുന്ന, അതിനുള്ളിലെല്ലാം അവർക്ക് വർക്ക് ചെയ്യാലോ അല്ലെ. ആ ഒരു ചെറിയ ഹോസ്പിറ്റൽ മുതൽ ഒരു വലിയ രീതിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ അവർക്ക് വർക്ക് ചെയ്തൂടെ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യാം അല്ലെ. ഇതിന് പുറമെ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എവിടെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും? ക്ലിയർ ആണോ? ഏതൊക്കെ മേഖലകളിൽ ഇതിന് പുറമെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനങ്ങൾക്ക് പുറമെ മറ്റേതൊക്കെ മേഖലയിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ഏരിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇത് ചോദിക്കാറില്ല. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന മേഖലകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൽ 1, 2, 3 തന്നിട്ട് എന്താണ് എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ല എങ്കിലോ ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത ഏതെങ്കിലും ഒരു ജോബ് ഒരു എന്താണ് ഒരു മേഖല കൊടുത്തിട്ട് അതില് ഏതാണ് ഇൻക്ലൂഡഡ് ആവാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അറിയണം. അത്രയും രീതിയിലുള്ള കാര്യം ഇതിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്കത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നോക്കാം നമുക്കപ്പോ in besides to hospital which may range from small community hospitals to massive multi hospital system അല്ലെ. അതായത് സാധാരണ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ നമുക്ക് ഒരു മാസീവ് വൻതോതിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ജോലി ചെയ്യാൻ പറ്റും അല്ലെ. ഇനി ഇതിന് പുറമെ ഹോസ്പിറ്റലിന് പുറമെ ഇനിയുള്ള ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന പ്രധാന മേഖലകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി? അതിനൊരു എക്സാമ്പിൾ പറയാമോ?
റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിക്ക് അറിയാമോ? നമ്മൾ പഠിച്ചതല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ തുടങ്ങി നമ്മൾ ഇത് കേൾക്കുന്നുണ്ട് അല്ലെ? റീഹാബിലിറ്റേഷൻ സെന്ററുകള് നമുക്ക് കേൾക്കാറില്ലേ? എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി? പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെ? മലയാളത്തിൽ അങ്ങനെ പറയാം, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയാം. ഇനി ഇവിടെ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ചാരിറ്റി സെന്ററുകള്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഒന്നും നമുക്ക് കിട്ടാൻ? ഓൾഡ് ഏജ് പേഴ്സൺസ് അതിവിടെ കൂടുതലും വരുന്നില്ല, അത് നമ്മുടെ ഇവിടെ ബാക്കി വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി സെന്ററുകൾ വരാം അല്ലെ? എന്താ ഡി അഡിക്ഷൻ സെന്ററുകൾ വരാം അല്ലെ? എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും ഈ ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട്? അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്തോ. എന്താണ്, നമ്മൾ അവിടെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു അല്ലെ? ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടി, എന്നാൽ പോലും അവരെന്തായിട്ടില്ല, പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെട്ടിട്ടില്ല അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ അവരെന്ത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുക്തരാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലെയുള്ളത് അല്ലെ? അപ്പൊ അറിയാത്തവർ അവർക്ക് എന്താണ്, ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് കയ്യോ കാലോ അല്ലെ, ഓരോ മെഡിസിൻ ഇല്ലാതെയുള്ള ട്രീറ്റ്മെന്റ് ആണ്. ശരിയാണ്, മെഡിസിൻ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എക്സസൈസുകളിലൂടെ അല്ലെ അങ്ങനെയുള്ള ചെറിയ രീതിയിൽ അവരെന്ത് ചെയ്യുക, അവരുടെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തി അവർ ആ ഒരു മോശം കണ്ടീഷനിൽ നിന്ന് മെച്ചതാക്കി കൊണ്ടുവരാനല്ലേ നമ്മൾ ആ ഒരു ഫിസിയോതെറാപ്പി സെന്ററുകൾ കൊടുക്കുന്നത്. അതുപോലെ ഇപ്പൊ ഡി അഡിക്ഷൻ സെന്റർ നിങ്ങളൊന്ന് എടുത്തു നോക്കി, അതും അങ്ങനെ തന്നെയല്ലേ? അതായത് അവരെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് മാറ്റുക അല്ലെ, അവരൊരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു സർവീസുകളാണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികളിൽ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അത് രണ്ടാമത്തേതാണ് ആംബുലേറ്ററി കെയർ സെന്ററുകൾ. എന്തായിരിക്കും ഒരു ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുമ്പോ? ഒരു ആംബുലേറ്ററി കെയർ സെന്ററുകള് പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ചാപ്റ്ററില്? ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് ഇല്ല, പഠിച്ചിട്ടേ ഇല്ല. ഓക്കെ, നിഷ പറയുന്നുണ്ട് പഠിച്ചിട്ടുണ്ടെന്ന്. എന്നൊന്ന് പറഞ്ഞ എന്താണ് ഒരു ആംബുലേറ്ററി കെയർ സെന്ററുകള്? ക്ലിനിക്കുകളാവാം. അതായത് നമ്മുടെ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് അല്ലെ, സേവനം, സർവീസ് ആണ് അല്ലെ? ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഡയഗ്നോസ് ചെയ്യാം, ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം, കൺസൾട്ടേഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. അതൊരു ഹോസ്പിറ്റൽ വളരെ സിവിയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്കുള്ള ഒരു സെന്റർ അല്ല അല്ലെ? നമുക്ക് എന്താ, ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും പോയി ചികിത്സ തേടേണ്ടതല്ലാത്ത രീതിയിലുള്ള പേഷ്യൻസിനെ ഇപ്പൊ ഡയഗ്നോസ് ചെയ്യുന്നതോ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതോ കൺസൾട്ടേഷനോ ഒക്കെ നമുക്ക് ഈ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമുക്ക് ഈ ഒരു ആംബുലേറ്ററി കെയർ സെന്ററുകളിൽ കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. എന്തായിരിക്കും ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്? ഏതായിരിക്കും ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസിൽ വരാം? ഇപ്പൊ നിങ്ങൾ അതിനൊരു എക്സാമ്പിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയാം. അതായത് ഈ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും അതൊരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ആണ്. അതായത് ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് മൾട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും, അതായത് പല ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ടൈപ്പ് ഓഫ് കെയർ ആയിരിക്കും. ക്ലിയർ ആയോ? ഒരു സെയിം ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ്. അതായത് ഇപ്പൊ ക്യാമ്പുകളൊക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ക്യാമ്പൊക്കെ നടത്തുമ്പോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു എന്താണ് ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ? ഐയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ? പ്രധാനമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയെ ബന്ധപ്പെട്ടല്ലേ ക്യാമ്പുകൾ നടത്താറ്? അവിടെ വരുന്ന ഡോക്ടേഴ്സും അതുപോലെയുള്ള ആ ഒരു മേഖലയിൽ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കില്ലേ അല്ലെ? മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് അല്ലല്ലോ വരുന്നത്. ആ ഒരു ഇതിനെ കുറിച്ചാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് എന്താണ് പ്രാക്ടീസ് നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? അതാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസിന് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് പറയാവുന്നത്. ക്ലിയർ ആയോ? അത് ഹോസ്പൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പൈസസിന് ഒരു എക്സാമ്പിൾ പറയാമോ? ഹോസ്പൈസസിന് ഒരു എക്സാമ്പിൾ പറയാമോ? ഏതായിരിക്കും?
ഹോസ്പിറ്റലല്ല, ഇതിന് കൂടുതൽ എന്താ നമുക്ക് കുറച്ചും കൂടി ഹോസ്പിറ്റലും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ടുള്ളത്. വെരി ഗുഡ്. പാലിയേറ്റീവ് കെയറുകൾ പറയാം അല്ലെ. പാലിയേറ്റീവ് കെയറുകൾ എങ്ങനെയാ, എന്ത് രീതിയിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൂടുതലും പാലിയേറ്റീവ് കെയറുകൾ സഹായം ആവശ്യമായി വരുന്നത്? ഏത് രീതിയിലുള്ള പേഷ്യൻസിനായിരിക്കും? നിങ്ങൾ തന്നെ കിടപ്പിലായ അല്ലെ, കിടപ്പിലായി, അതുപോലെ തന്നെ എന്താ കിടപ്പ് രോഗികളാവാം, അല്ലെങ്കിലോ അവരുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു എൻഡ് ഓഫ് ലൈഫ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ജീവിത അവസാനമായി അല്ലെ, ആ ഒരു രോഗം കൊണ്ട് ഏതൊരു രോഗവുമായിട്ടും എന്താണ് അവർ ഒരുപാട് നാളായി അവർ അതിനുവേണ്ടി സഫർ ചെയ്യുന്നു അല്ലെ. അത് കഴിഞ്ഞ് അവരുടെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലെത്തി. അപ്പൊ അവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റുകൾ ഇനി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇനി അവരെന്താണ് അതിൽ നിന്ന് റിക്കവർ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വേദനകൾ കൊടുക്കാനും അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാനുമുള്ള കാര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് അധികം പരമാവധി വേദനകളൊക്കെ കുറച്ച് അവരെന്ത് ചെയ്യുക, ഉള്ള സമയം അവരെന്ത് ചെയ്യുക, അവരെ ഒന്ന് എന്താണ് മെന്റലി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് പാലിയേറ്റീവ് കെയറുകളൊക്കെ അല്ലെ. അതൊക്കെ നമുക്ക് ഹോസ്പൈസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റി ഒരുപാട് രീതിയിലുണ്ട് അല്ലെ. പല രീതിയിലും നമുക്ക് എന്താ ഒരു ജസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതൊന്നും ചോദിക്കില്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഇത് ഏതൊക്കെയാ വരുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് മിസ്. നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ അല്ലെ. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ എന്തൊക്കെ വരാം നമുക്ക് അല്ലെ. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ നമുക്ക് എന്തൊക്കെ വരാം, ഏതൊക്കെയാ വരാം ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ? അവർക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ. അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് പ്രൈമറി കെയർ ക്ലിനിക്കുകൾ വരാം, ഹെൽത്ത് സെന്ററുകൾ അല്ലെ. അവിടെ എന്താണ് നമുക്ക് പോയി തിരിച്ച് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, വരാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അല്ലെ. അതാണ് ഒരു ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ. വാക്സിനുകൾ എടുക്കാവുന്നതാവാം, ഏതും ആവാം അല്ലെ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സോ അല്ലെങ്കിൽ എന്താണ് പ്രൈമറി കെയർ ക്ലിനിക്കുകളോ ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ. ഫിസിഷ്യൻ ഓഫീസുകൾ വരുന്നുണ്ടല്ലോ, ഫിസിഷ്യൻസിന്റെ ഓഫീസുകൾ, അവിടെയും നമുക്ക് ജോലി ചെയ്യാവുന്നതാണ്. അതുപോലെ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി. എന്തായിരിക്കും ഒരു റെസിഡൻഷ്യൽ കെയർ എന്ന് പറയുന്നത്? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലോങ് ടൈം കെയർ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. പിന്നെ കെയർ ഹോമുകളാവാം, റിട്ടയർമെന്റ് ഹോമുകളാവാം അല്ലെ. അതെ, വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ഹോം ഹെൽത്ത് കെയറിൽ വരും കേട്ടോ. ഹോം ഹെൽത്ത് കെയറിലാണ് വരുന്നേ. അപ്പൊ റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിയപ്പോ അവിടെ താമസിക്കുമ്പോൾ കെയർ ഹോമുകളാവാം, അല്ലെങ്കിൽ എന്താ ഓൾഡ് ഏജ് അല്ലെ റിട്ടയർമെന്റ് ഹോമുകളാവാം. ഇവയൊക്കെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് ടേം ആയിട്ടുള്ള പരിചരണങ്ങൾ നൽകാം. ഇനി ഹോം ഹെൽത്ത് കെയർ പറയുമ്പോൾ എന്താ, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഹോം കെയറുകൾ കൊടുക്കുന്നില്ലേ, അതെന്താ അവരുടെ വീടുകളിൽ തന്നെ താമസിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഹോം നഴ്സിംഗ് കൊടുക്കാം അല്ലെ. അവരുടെ വീടുകളിൽ തന്നെ അവർ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കെയറുകൾ കൊടുക്കാം അല്ലെ. അതാണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നത് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ് അല്ലെ. പല പരിചരണ സംഘടനകളൊക്കെ ഇല്ലേ, ഒരുപാട് സംഘടനകളില്ലേ, പറയുന്നതല്ലാതെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലെ. അപ്പൊ അവയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്ന പ്രധാന മേഖലകളാണ്. ഒരു ഹോസ്പിറ്റലിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാം. അത് കൂടാതെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന മേഖലകളാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ അത്? ഇനി ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണോ? മനസ്സിലായോ അത്? ജസ്റ്റ് നിങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ എന്താണ് ഇൻക്ലൂഡഡ് ആണോ, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. ഏതാണ് സൗമ്യ? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കെയർ ഹോം, ഒരു റിട്ടയർമെന്റ് ഹോം നോക്കി, അവരുടെ വീടുകളിലല്ല, നമ്മൾ ആ ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമുകളിലൊക്കെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ലോങ് ടേം ആയിട്ടുള്ള കെയർ കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതേസമയം ഹോം കെയർ എന്ന് പറയുമ്പോ എന്താ,
അവരെ അവരുടെ വീടുകളിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു ട്രീറ്റ്മെന്റുകള് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് പോവാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ലാർജ് ഫെസിലിറ്റീസ്. ഇനി ഒരു വലിയ ഹോസ്പിറ്റൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നത്. അതായത് ഒരുപാട് എന്താ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ എന്താണ് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് വർക്ക് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് നെഫ്രോളജി. ഇനി എന്താ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, നമ്മളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ജോലിക്ക് ചെന്നിട്ടുള്ളതെങ്കിൽ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒരുപാട് സർവീസും ഒക്കെ അവർ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലികളും ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലേ? ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. കാരണം എന്താ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് എന്താ ഒരു വ്യക്തിക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസിൽ ഇവർക്ക് ജോലികൾ കൊടുക്കും. ഓക്കെ, ഏതൊക്കെയാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കാർഡിയോളജി ഏരിയയിൽ കൊടുക്കാം, സർജറിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ കൊടുക്കാം, ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ കൊടുക്കാം. എന്താണ് ഒബ്സ്ട്രെറ്റിക്സ് എന്ന് പറഞ്ഞാല്? എന്താ ഒബ്സ്ട്രെറ്റിക്സ്? പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് അല്ലെ. അതുപോലെ നെഫ്രോളജി അല്ലെ, കിഡ്നി അല്ലെ. നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഓരോ മേഖലകളും സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസിലേക്ക് ഇവരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇവരെ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. കാരണം എന്താ? ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ തന്നെ കുറച്ച് വലുതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് എന്താന്നുള്ളത്? ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആകുമ്പോ അവിടെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി എന്താണ് എക്സ്പാൻഡഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ തന്നെ സൈസ് തന്നെ ഭയങ്കര വലുപ്പത്തിലാണ്. അതിനുള്ളിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനനുസരിച്ച് വലുപ്പം ഉണ്ടാവില്ലേ? അവരുടെ സേവനങ്ങൾ ഒരുപാടുണ്ടാവും, അതിന്റെ ഫെസിലിറ്റികൾ ഒരുപാടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ചില സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് നോക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ചുമതലകൾ കൊടുക്കും. അങ്ങനെയുള്ള സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ആണ് കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് നെഫ്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഒരു സ്മോൾ ഹോസ്പിറ്റൽ administrator small facilities may supervise different departments like finance, education, research and personnel. ഇനി ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി ഒരു ചെറിയ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ചെറിയ ഫെസിലിറ്റികളുള്ള ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അവിടെ എന്താണ് വ്യത്യാസം? മേ സൂപ്പർവൈസർ. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകള് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ. ഇപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം. അവിടുത്തെ ആ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് അങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്താ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വരാം. വലിയൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ അതിനനുസരിച്ച് ഫെസിലിറ്റിയും സർവീസും ഉള്ളത് കൊണ്ട് തന്നെ ചില സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിലായിരിക്കും ചിലപ്പോൾ അവർക്ക് വർക്കുകൾ കിട്ടുന്നത്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ആയിരിക്കും കേട്ടോ, ചെറുതായിരിക്കില്ലല്ലോ. അതുപോലെ ഇനി ഒരു സ്മോളർ ആയിട്ടുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്ന ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി ലഭിക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്താണ് ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെയും
ഒരുപോലെയാണ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചെയ്യേണ്ടതുണ്ട്. ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം, റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം, അവിടെയുള്ള ജീവനക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഒരുമിച്ച് എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ചുമതല ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആയോ? അതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, then next നമ്മൾ പറയാൻ പോകുന്നത് just a few of the title hospital administrators may possess include. ഇനി ഹോസ്പിറ്റലില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവര് എന്താണ് അവർക്ക് താഴെ പറയുന്ന ഈ ജോലികളൊക്കെ അവർക്ക് നിർവഹിക്കാൻ പറ്റും. ചില ടൈറ്റിൽസ് ആണ് പറയുന്നത്. അപ്പൊ അവരുടേതായ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഈ പറയുന്ന താഴെ പറയുന്ന ഈ ടൈറ്റിലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ജോലികളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, നിർവഹിക്കാനായിട്ട് സാധിക്കും എന്ന് കരുതി ആദ്യം തന്നെ ചൊല്ലുമ്പോൾ നമുക്ക് ഈ ഒരു പറയുന്ന പൊസിഷനൊക്കെ വേണമെന്ന് വായിച്ചു പിടിക്കാനൊന്നും പറ്റില്ല അല്ലെ. ഇതെങ്ങനെ കിട്ടുക, ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് ഇപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും അതിലേക്ക് കിട്ടുക, ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കും. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ലുകള് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അതിൽ മാനദണ്ഡങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രെയിനി പ്രൊമോഷൻസ്, സ്കില്ലുകൾ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു ട്രെയിനി അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ഒരു ആദ്യത്തെ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അത് കഴിഞ്ഞ് അവരുടെ എക്സ്പീരിയൻസുകളോടെ അവർക്ക് എന്താണ് നമ്മുടെ ആ ഒരു സ്കില്ലും കാര്യങ്ങളും കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ അവിടെ ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെയൊക്കെ ബേസിസിലാണ് നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയതാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ആ കുറച്ച് റോളുകൾ അല്ലെങ്കിൽ കുറച്ച് ടൈറ്റിൽസ് ആണ് നമ്മൾ പറയുന്നത്. ആ ടൈറ്റിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ആദ്യത്തെ ആ ഒരു 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ചോദിച്ചിട്ട് എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ആ 3 എണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ വേഗം. ആ ഫസ്റ്റ് 3 പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദാറ്റ് ഈസ് സിഇഒ. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ സിഇഒ എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? സിഇഒ ഈ ഒരു എക്സ്പാൻഡ് ഫോം അല്ലാതെ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ സിഇഒന്റെ? ഇല്ല, ഓർമ്മയില്ല. ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ റെഹാനത്ത്. ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ഫാർമസിയില്. ഓക്കെ, എന്തായിരുന്നു അവിടുത്തെ ആ ഒരു എക്സ്പാൻഡ് ഫോം സിഇഒന്റെ? എന്താന്നാ പഠിച്ചിരിക്കുന്നത് നിങ്ങള്? ഓക്കെ, ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ആരും റിപ്ലൈ ഇല്ല, മറന്നുപോയോ? ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഒരു റെസ്പോണ്ട് ഇല്ലാതെ? ഒരു എക്സാം കഴിഞ്ഞതല്ലേ നമ്മൾ ആ ഒരു ചാപ്റ്ററിനൊക്കെ. ഓക്കെ, എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പറയുന്നത്? ചീഫ് എമർജൻസി ഓഫീസർ എന്ന് പറയും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ലേ? രണ്ടും ഒരു ഓപ്ഷനിൽ രണ്ടും ഉണ്ട്. സിഇഒ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് വിടണം, ഏത് ടിക്ക് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തും റിലേറ്റഡ് ആയിട്ടാണ് എന്ന് ചോദിക്കും. അതായത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിഇഒ ആരാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ എപ്പോഴും ആ ഒരു സിഇഒ എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രം നോക്കാതെ ആ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും നിങ്ങൾ നോക്കുക. എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിഇഒ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാണാം? എക്സ്പാൻഡ് ടേം സിഇഒ റിലേറ്റഡ് ടു ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിഇഒ ആരാണ് എന്ന് ചോദിച്ചാൽ ആരെഴുതേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ക്ലിയർ ആണോ? അതേസമയം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സിഇഒ ആരാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ എഴുതണ്ടേ? ഇതാണോ എഴുതേണ്ടത്? അല്ല അല്ലെ, ചീഫ് എമർജൻസി
ഓഫീസർ എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? അത് രണ്ടും തമ്മിൽ അങ്ങനെ ചോദിക്കും വേണ്ട. ആ രണ്ട് രീതിയിലും ചോദിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ട് ക്വസ്റ്റ്യൻ പൂർണ്ണമായും വായിക്കുക. ക്വസ്റ്റ്യന്റെ അവസാനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഇവിടത്തെ നമ്മുടെ സിഇഒ എന്ന് പറയുന്നത് ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ അവരെ മറ്റൊരു പേര് പറയാവുന്ന എന്താ? പ്രസിഡന്റ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ സിഇഒയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ സിഒഒ എന്താണ്? സിഒഒ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. Then chief financial officer, CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഈ മൂന്നെണ്ണവും ഷോർട്ട് ഫോം തന്നിട്ട് എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കാം. ബാക്കിയുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. മറ്റു ടൈറ്റിലുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഡ്യൂട്ടി ഉണ്ടാവാം. അതുപോലെ മറ്റൊരെണ്ണമാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് recruitment specialist, vice president of quality, hospital operations administrator, complaints educator, director of nursing, then director of clinical operations, assistant director of finance, director population health. അത് കഴിഞ്ഞിട്ട് വന്ന നെക്സ്റ്റ് ഇതില്ലേ അത് താഴെയായിട്ട് എഴുതിക്കോട്ടാ. അത് ഒരുമിച്ചാ കിടക്കുന്നത്. നോക്കിയേ, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് എന്ന് കിടക്കുന്നില്ലേ? ആ ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് എന്ന് പറയുന്ന അടുത്തൊരു ടൈറ്റിലാണ് കേട്ടാ. വേറെ ഏതും അത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നമ്മുടെ ആ താഴെ ഈ പറയുന്ന എല്ലാ ജോലികളും അല്ലെങ്കിൽ എല്ലാ പൊസിഷൻസും നിർവഹിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? ഇൻക്ലൂഡഡ് ആയത് ഏതാണ് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കൃത്യമായിട്ടുള്ള ആൻസറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ നിന്ന് വരുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ ആ ഒരു ഭാഗം? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാനോ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി നമ്മൾ ഒരു കുറച്ച് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താ? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. യെസ്, ഓക്കെ. എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? അവിടെ ആരെ കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്തതല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് എന്താണ് അവരുടെ പ്രധാന ഡ്യൂട്ടി? അല്ലെങ്കിൽ മാൻ പവർ ആണ് അല്ലെ. അതുപോലെ എന്താണ് കുറെ തരം സ്റ്റാഫുകള്, അവിടുത്തെ എല്ലാ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ വരുന്നില്ലേ? അപ്പൊ അവിടെയുള്ള എല്ലാ എംപ്ലോയീസ് അല്ലെങ്കിൽ അവരെ നിയമിക്കുന്നത് മുതല് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികൾ ഡ്യൂട്ടീസ് കൊടുക്കുന്നത് മുതല് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ഒരു ചെറിയ ലെവൽ മുതല് ഒരു ഹയർ ലെവൽ വരെയുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വരുന്നതല്ലേ. അപ്പൊ അവയെല്ലാം അങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഹോസ്പിറ്റലുണ്ട്. അവരതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേൽനോട്ടം വഹിക്കേണ്ടതും അത് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അത് എല്ലാ കാര്യങ്ങളും വരുത്തുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ആയിരിക്കും അല്ലെ. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവസാനം നമ്മൾ ആരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാ പഠിക്കാറ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതായിട്ടുള്ള ചുമതലകൾ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്തൊക്കെയാണ് അല്ലെ. ഇവിടെയും ഹോസ്പിറ്റലിലുള്ള ഏതൊരു പ്രവർത്തനം ആയിക്കോട്ടെ അതിന്റെ എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്
ആണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാ ജീവനക്കാരുമായി അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ലോവർ ലെവൽ മുതൽ ഹയർ ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അതിനാവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. രണ്ടാമതായി പറയുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിൽ നടക്കുന്ന പദ്ധതികള് എന്തൊക്കെയാണ്, അതുപോലെ പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ, അതിപ്പോ പറഞ്ഞേക്കാം. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അത് അടുത്ത ദിവസം വരുന്ന ദിവസം നമ്മുടെ ക്ലാസ് ഉള്ള ദിവസം അതൊന്ന് കയ്യിൽ കരുതിയേക്കാം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അവരുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണ്ടേ പബ്ലിക്കുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക, അല്ലെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ? രണ്ട് സെന്റൻസും ക്ലിയർ ആയോ? ആ ഒരു രണ്ട് പോയിന്റ് ക്ലിയർ ആയോ? രണ്ട് ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ തേർഡ് ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. എന്താ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ, നിങ്ങൾ അതൊരൊറ്റ സെന്റൻസ് ആയിട്ട് കിടക്കാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടേന്ന് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, പറയുന്നതിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോളിസീസ് അല്ലെ, നയങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യണം, ഫോർമുലേഷൻ നടത്തണം, രൂപീകരിക്കണം അല്ലെ. അവിടെ എന്താ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ അവിടെ എന്താണ് പുതിയ പുതിയ പോളിസീസുകൾ എന്താണ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യണം, അത് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ നടപ്പിലാക്കണം. രണ്ടാമതായി പറയുന്നത് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ്. നെക്സ്റ്റ് വരുന്നത് റൂൾസ് എന്നാണ് കേട്ടോ, റൂൾസ് ആണ് കേട്ടോ, അതൊന്ന് തിരുത്തിയേക്ക. റൂൾസ് എന്നാണ്, ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ. എൻഷുവർ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പാലിക്കൽ അല്ലെങ്കിൽ പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. കംപ്ലൈൻസ് എന്ന് പറയുന്നത് പാലിക്കൽ അല്ലെങ്കിൽ പാലിക്കുക. വിത്ത് ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒത്തിരി നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികതയുമുണ്ട് അല്ലെ. ഇവയെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then act as a legal representative of the hospital. ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായ പ്രതിനിധിയായി ആക്ട് ചെയ്യുക, ഒരു നിയമപരമായ പ്രതിനിധിയായി ആക്ട് ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കുക. Then the hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. ഇനി അടുത്തത് എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് എന്തിനായിരിക്കണം, എന്താണ് അവർ ഉറപ്പുവരുത്തേണ്ടത് എന്നാ പറയുന്നത്. ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ്, അബൈഡിങ് എന്ന് പറയുന്നത് പാലിക്കുക അല്ലെ. ആ ഹോസ്പിറ്റല് ഗവൺമെന്റ് റൂളുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് റൂളുകള്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് എന്ന് പറയുന്ന നിയമാനുസൃതമായ ആവശ്യകതകളെല്ലാം നിറവേറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ആരുറപ്പുവരുത്തണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉറപ്പുവരുത്തണം. അപ്പൊ തേർഡ് ഫംഗ്ഷൻ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങള്, റൂൾസ് അല്ലെ, ചട്ടങ്ങള്, നിയന്ത്രണങ്ങള്, എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത മുതലായവ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ഒരു നിയമപരമായ പ്രതിനിധിയായി നിന്നുകൊണ്ട് ആക്ട് ചെയ്യുക. നാലാമതായി പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യം എന്താ, ഗവൺമെന്റ് റൂളുകള്, നിയമങ്ങള്, അതുപോലെ നിയമാനുസൃതമായ ആവശ്യകതകളെല്ലാം ആ ഹോസ്പിറ്റൽ നിറവേറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതിന് ഉത്തരവാദിത്തമുള്ളവർ ആരായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ഒരു തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയോ? തേർഡ് ഫംഗ്ഷൻ. ഓക്കെ,
ഫംഗ്ഷൻ നോക്കുക. ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് all the activities in the hospital. അല്ലെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ. ഹോസ്പിറ്റലിലെ അല്ലെ, ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. ആൻഡ് ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് all staffs are aware of the hospital mission and objectives. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും ആ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, ദൗത്യം എന്താണ്, അതിന്റെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്, അതുപോലെ ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അത് ഉണ്ടാക്കേണ്ടത് ആരാണ്? അവർക്ക് അങ്ങനെ ഒരു അവബോധം അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാക്കേണ്ടത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഫോർത്ത് ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്. രണ്ടാമതായി പറഞ്ഞത് ആ ഹോസ്പിറ്റലിനുള്ളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും എന്തിൽ അവബോധമുള്ളവരായിരിക്കണം? ആ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, ദൗത്യം എന്താണ്, ഹോസ്പിറ്റലിന്റെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്, ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇവയെല്ലാം അവിടെ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരും അതിൽ അവബോധമുള്ളവരായിരിക്കണം. അങ്ങനെ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ ആ ഫോർത്ത് ഫംഗ്ഷൻ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സമയം കഴിയാറായി. നെക്സ്റ്റ് നോക്കി, ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുകൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്ത് ചെയ്യുക, നടപ്പിലാക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻസ് ഇൻ ഹോസ്പിറ്റൽ. മാനേജ്മെന്റുകൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? ആ ഒരു 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു 5 ഫംഗ്ഷൻസ് പറഞ്ഞു അല്ലെ. 5 ഫംഗ്ഷൻസിലും ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഇന്നത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഭാഗങ്ങള് നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. ഓൾറെഡി പറയുന്നുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് അറിയാം. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 3rd മോഡ്യൂളില് 4th ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ആ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് അത് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് അതാണ്. അപ്പൊ അതൊന്ന് നിങ്ങളുടെ കയ്യിൽ കരുതിയേക്കാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത്. ഓക്കെ, ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങളുടെ മോഡ്യൂൾ വൈസ് എത്രയാണെന്ന് അറിയില്ല. ചാപ്റ്റർ 3rd പേപ്പറിൽ വരുന്ന 4th ചാപ്റ്റർ കേട്ടോ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറായി. 37 ആണ്. ഓക്കെ, 37 അല്ലെ, 37 ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. കുറച്ച് ഭാഗം കൂടി നമുക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.